വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് 30-ന് തുടക്കമാകും. ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെ 3 ദിവസങ്ങളിലായി തിരുനാൾ ആഘോഷം നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രസിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മഹോത്സവം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കും. 96-ാം വർഷത്തിലേക്ക് കടക്കുന്ന ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ജനുവരി 30 വൈകുന്നേരം 4:15 വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ തിരുനാൾ കൊടിയേറ്റ് നടത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് പൂർവിക സ്മരണയും വിശുദ്ധ കുർബാനയും നടക്കും. റവറന്റ് ഫാദർ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളിയിൽ വചന സന്ദേശം നൽകും. ജനുവരി 31 വൈകുന്നേരം 4 മണിക്ക് KCBC പ്രസിഡന്റും കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, വചന സന്ദേശം, നിലമ്പൂരിൽ നഗരപ്രദക്ഷിണം, സമാപന ആശീർവാദം, സ്നേഹവിരുന്ന്, ആകാശവിസ്മയം എന്നിവയും നടക്കും. തിരുനാൾ സമാപന ദിവസമായ ഫെബ്രുവരി 1 രാവിലെ 9 ദിവ്യകാരുണ്യ പ്രദക്ഷിണം, 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ബെന്നി മുദ്രക്കാലയിൽ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12:30 സ്നേഹവിരുന്നും വൈകുന്നേരം 3 മണിക്ക് കൊടിയിറക്കത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. തിരുനാൾ ദിനങ്ങളിൽ കലാസന്ധ്യയും വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടവകാംഗങ്ങളും ഭക്തജനങ്ങളും തിരുനാൾ കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഇടവകയുടെ വാർഷിക തിരുനാളാണ്. ഈ ഇടവക സ്ഥാപിതമായിട്ട് 95 പൂർണ്ണ വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 96ാമത് വാർഷിക തിരുനാളാണ് ഞങ്ങൾ ആചരിക്കുന്നത്. ഇത് 3 ദിവസമായിട്ടാണ് നടത്തുന്നത്. നോട്ടീസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ നിയതമായിട്ടുള്ള ഇതൊരു പ്രാർത്ഥനാ സമൂഹമാണ്, ഒരു വിശ്വാസ സമൂഹമാണ്, ഒരു ആത്മീയ സമൂഹമാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ആ ഉറപ്പിൽ നാളിതുവരെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, ഒന്ന് നന്ദിയുടെ മനുഷ്യരാകാൻ, രണ്ടാമത് ഞങ്ങൾ എല്ലാവരുമായിട്ടും ഇടവകയിലും ഇടവയ്ക്ക് പുറത്തും എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും കൂട്ടായ്മയുള്ളവരാണ്. ആ കൂട്ടായ്മ ഊട്ടി ഉറപ്പിക്കാനും സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനും അതേപോലെ തന്നെ പ്രത്യാശ കൊണ്ട്, സമാധാനവും സന്തോഷവും പ്രത്യാശയും കൊണ്ട് എല്ലാവരും നിറയാനുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട്, അതാണ് ഇതിന്റെ വാസ്തവത്തിൽ ഇതിന്റെ ലക്ഷ്യം. 1-ാം ദിവസം കൃതജ്ഞതാ ഉത്സവമാണ്. പൂർവികരായിട്ട് 96 വർഷങ്ങളും ഈ മണ്ണിൽ പണിയെടുത്ത് കുടിയേറ്റത്തിന്റെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച് ഈ ഒരു പ്രസ്ഥാനം കെട്ടിയെടുത്താൻ ഈ ഒരു സൗഹൃദവും സഹിഷ്ണുതയും കൂട്ടായ്മയും ലിറ്റിൽ ഫ്ലവർ സമൂഹം പൊതുസമൂഹത്തോടും രാഷ്ട്രീയ സമൂഹത്തോടും പുലർത്തുന്ന ആ സൗഹൃദം പുലർത്തിയ എല്ലാ മൺമറഞ്ഞവരെയും ഓർക്കുന്ന സെമിത്തേരിയിലെ ഒപ്പീസ്, സെമിത്തേരിയിലെ സന്ദർശനം, വാഹന വെഞ്ചരിപ്പ്, അതേപോലെ തന്നെ പൂർവ്വമായിട്ട് ഇവിടെ സേവനം ചെയ്തവർ ഓർക്കുന്നുണ്ട്. അതിലൊരു പ്രതിനിധിയായിട്ടാണ് ഈ പള്ളിമുറിയും ഈ ഹൈസ്കൂൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയ ബഹുമാനപ്പെട്ട നിലയ്ക്കപ്പള്ളിയിൽ അഗസ്റ്റിനച്ചനാണ് ഈ സമ്മേളനത്തില് പ്രത്യേകിച്ചും അന്നത്തെ മുഖ്യ അതിഥി. അതിനുശേഷം ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെയും എല്ലാ സംഘടനക്കാരുടെയും മാതാപിതാക്കളുടെയും പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളുടെയും കലാപരിപാടികളുണ്ട്. അന്നേ ദിവസം ശ്രീ ജോൺസൺ തൊഴുത്തെങ്കില് ഈ വർഷം മാനന്തവാടി രൂപത സമുദായ ശാക്തീകരണ വർഷമാണ് ആഘോഷിക്കുന്നത്. AKCC കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അതിന്റെ രൂപതാ പ്രസിഡന്റ് ശ്രീ ജോൺസൺ തൊഴുത്തെങ്കിലാണ് അന്നത്തെ മുഖ്യ അതിഥി. പിന്നീട് സ്നേഹവിരുന്നുണ്ട്. സ്നേഹവിരുന്ന് എല്ലാ ദിവസവും 3 ദിവസവും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. 2-ാമത്തെ വർഷം ജനുവരി 30-ാം തീയതിയാണ് കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഞാൻ മുദ്രിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് പറഞ്ഞ് ഒരു വൃക്ഷത്തിന്റെ ഒരു ശാഖയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന് ഞങ്ങൾ ഇതിന് പ്രധാനപ്പെട്ട മുഖ്യ അതിഥിയായിട്ട് അന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതും നമ്മുടെ കോഴിക്കോട് അതിരൂപതയുടെ അഭിമന്യനായ മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചാലക്കലാണ്. ഇതിന് പ്രത്യേക കാരണമുള്ളത് 96 വർഷം മുമ്പ് ഈ 2.5 ഏക്കർ സ്ഥലവും ഈ പള്ളിയും കോഴിക്കോട് അതിരൂപതയുടെ കീഴിലായിരുന്നു. ലത്തീൻ അതിരൂപതയുടെ കീഴിലായിരുന്നു. അന്ന് അതിരൂപത ആയിരുന്നില്ല. അന്ന് ഇത്രയും സ്ഥലവും ഈ പള്ളിയും സുറിയാനി കത്തോലിക്ക കൂടി സിറോ മലബാർ സഭാംഗങ്ങൾ കൂടി വിട്ടു തന്നതാണ്. അതിൽ നിന്നാണ് ഈ 96 വർഷത്തെ എല്ലാ അഭിവൃദ്ധിയും എല്ലാ വളർച്ചയും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നന്ദിപൂർവ്വം ഓർക്കുന്ന കോഴിക്കോട് അതിരൂപതയും അതിന്റെ അഭിനന്ദ പിതാവിനെയും, പിതാവ് ആർച്ച് ആദ്യമായിട്ടാണ് നിലമ്പൂരിലേക്ക് വരുന്നത്. പിതാവിന് സ്വീകരണമുണ്ട്, പിതാവിന് കുർബാനയുണ്ട്. അതിനുശേഷമാണ് നിലമ്പൂർ നഗര പ്രദക്ഷിണം നടക്കുന്നത്. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ജനുവരി 28-ന് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വൈകുന്നേരം 5:30 നടക്കുന്ന ആഘോഷ പരിപാടിയിൽ മാനന്തവാടി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസ് പെരുന്നേടം മുഖ്യ പ്രഭാഷണം നടത്തും.
നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയാകും. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഫറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കൊച്ചേരി, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ, സോണി പുറവടി, സെബാസ്റ്റ്യൻ വാടാപ്പറമ്പിൽ, ജെയിംസ് മുഞ്ഞനാട്ട്, എം.എ. വിറ്റാജി മൊഴിക്കുഴിയിൽ, സുനിൽ കുഴിമണ്ണിൽ, ഗ്രേസി പിണക്കാട്ട് എന്നിവർ പങ്കെടുത്തു. എ പ്ലസ് വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.